ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ എല്ലാം എനിക്ക് വേണം. നിങ്ങളുടെ ടെലിഫോൺ വിളികളും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നിച്ചുള്ള ഈ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ചില പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ഒരു വാർത്താപ്പകൽ കൂടി ഒടുങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയവരുടെ ഫലം വന്ന സന്തോഷമുള്ള ദിവസമാണ്. മിക്ക ആളുകളും ജയിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സന്തോഷം. വിജയിച്ചവർക്കെല്ലാം ആശംസകൾ. ചില്ലറ പരാജയങ്ങളൊക്കെ ഉണ്ട്. പരാജയപ്പെട്ടവർ വിഷമിക്കേണ്ട, അവരുടെ കൂടെ നമ്മൾ ധാർമ്മികമായിട്ടുണ്ട്. അടുത്ത പരീക്ഷ എഴുതി നിങ്ങൾക്ക് വിജയിക്കാം. അതുപോലെ എല്ലാ രീതിയിലും നമുക്ക് സങ്കടപ്പെടുന്ന ദിവസമാണ്. 2 വിയോഗം നമ്മളെ വല്ലാതെ തളർത്തുന്നു. ഒന്ന് സംഗീത് ശിവൻ, മറ്റൊന്ന് മുകേഷ്. ഈ 2 വിയോഗവും നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പറിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ വിളികളൊക്കെ ഈ പരിപാടിയിൽ വേണം. ആദ്യം സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളും അതുപോലെ വിളികളും പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു വാട്സപ്പ് നമ്പറുണ്ട്. പതിവുപോലെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാം. 6235968937. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇപ്പോൾ സ്ക്രീനിൽ ആ നമ്പറുണ്ട്. അതുപോലെ ഒരു ലാൻഡ്ലൈൻ നമ്പറുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഒക്കെ ലാൻഡ്ലൈൻ നമ്പറിൽ വിളിക്കാം. ഇത് PCRൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. ആ നമ്പർ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ബന്ധപ്പെടാം. 048428300510. അപ്പോൾ ഇതാണ് നമ്പർ. അപ്പോൾ നിങ്ങളുടെ വിളികളും അതുപോലെ തന്നെ നിങ്ങൾ 24 യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്യണം. അവിടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ കുറിക്കണം. അപ്പോൾ നിങ്ങളുടെ വിളികളും സന്ദേശങ്ങളും ഇടപെടലുകളും ഒക്കെ ആയിട്ട് അടുത്ത 1 മണിക്കൂർ നമ്മൾ പൊളിക്കും. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 3 മണിക്ക് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയമാണ് ഉണ്ടായത്. മുൻകൊല്ലത്തേക്കാൾ വിജയ ശതമാനത്തിൽ ഒരു നേരിയ കുറവുണ്ട്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടിയ വർഷമാണിത്. അടുത്ത കൊല്ലം മുതൽ SSLC മൂല്യനിർണ്ണയ രീതിയിൽ സമൂലമായ മാറ്റം വരുത്താൻ സർക്കാർ നടപടി തുടങ്ങിയെന്നും വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുമ്പേ ഇത്തവണ SSLC ഫലം പ്രഖ്യാപിക്കാനായി. മുൻവർഷത്തെ വിജയ ശതമാനത്തിൽ നിന്ന് നേരിയ കുറവ് മാത്രമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇതോടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണത്തിനു കൂടി പരിഹാരം തേടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇതിൻ്റെ ഭാഗമായാണ് SSLC മൂല്യനിർണ്ണയത്തിൽ സമൂല മാറ്റം വരുത്താനുള്ള സർക്കാരിൻ്റെ നടപടി. 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ 0.01% കുറവുണ്ടായി. 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. 100% വിജയത്തോടെ ഏറ്റവും ഉയർന്ന വിജയമുള്ള വിദ്യാഭ്യാസ ജില്ലയായി പാലാ മാറി. എല്ലാ വിഷയങ്ങൾക്കും A+ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം, 4,934 വിദ്യാർത്ഥികൾ. SSLC പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ സമൂല മാറ്റത്തിനൊരുങ്ങുകയാണ് സർക്കാർ. നിലവിലെ രീതി അനുസരിച്ച് എഴുത്ത് പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും അടക്കം 30% മാർക്ക് മതി വിദ്യാർത്ഥിക്ക് വിജയിക്കാൻ. എന്നാൽ ഇത് കുട്ടികളുടെ അക്കാദമിക നിലവാരത്തെ സാരമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയ രീതി മാറ്റാനുള്ള തീരുമാനം. നിരന്തര മൂല്യനിർണ്ണയത്തിനൊപ്പം എഴുത്ത് പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഒരു നിശ്ചിത മാർക്ക് വേണമെന്ന നിബന്ധന കൊണ്ടുവരും. 2025 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേക പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്ത് പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. 9ാം ക്ലാസ് വരെ എല്ലാവരെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായം പുനഃപരിശോധിക്കും. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുമായും വിശദമായ ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനമെന്ന മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായി വിദ്യാഭ്യാസ വിദഗ്ധർ ആവശ്യപ്പെടുന്ന ഒന്നാണ് മൂല്യനിർണ്ണയ രീതി സമൂലമായി പരിഷ്കരിക്കണമെന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ഇതിടയാക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ രീതി നടപ്പാകുന്നതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുറെ കൂടി ഗൗരവത്തിൽ പരീക്ഷയെ സമീപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതീക്ഷ. BA ഗിരീഷ്, 24, തിരുവനന്തപുരം.
ബംഗാൾ രാജ്ഭവനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. രാജ്ഭവനിലെ ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ബംഗാൾ രാജ്ഭവൻ തീരുമാനിച്ചു. അപേക്ഷ നൽകുന്ന ആളുകൾക്കൊക്കെ തന്നെ രാജ്ഭവനിലെ ദൃശ്യങ്ങൾ ലഭിക്കും. നാളെ രാവിലെ 12:30 മണിക്ക് CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കുമെന്നാണ് രാജ്ഭവൻ പറയുന്നത്. സച്ച് കെ സാമ്ന എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണിത്. ഇതിനായി പ്രത്യേക ഒരു മെയിൽ ID യും നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നടപടി ദൃശ്യങ്ങൾ പുറത്ത് പോലീസിന് നൽകുന്നില്ല എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബംഗാൾ ഗവർണറുടെ ഈ നടപടി. ഇനി നമുക്ക് കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. മികച്ച വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. പ്രതീക്ഷിച്ച അത്രയും മാർക്ക് കിട്ടിയില്ല എന്ന പരിഭവങ്ങളും ചില കുട്ടികൾ പ്രകടിപ്പിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ഞാൻ ഈ ഒരു നിമിഷം വരെ ഓർത്തില്ല. പെട്ടെന്നാണ് റിസൾട്ട് കണ്ടതും എനിക്കതൊക്കെ ഓർമ്മ വന്നത്. എൻ്റെ അച്ഛൻ കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നീ നല്ല മാർക്ക് വാങ്ങണം, നമുക്കെല്ലാവർക്കും അഭിമാനം വാങ്ങണം. ഒരു കാഷ്വൽ ടോക്കിംഗ് ആയിരുന്നു. ++ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം PKM-നും നമ്മുടെ പാരൻസിനും മാനേജറിനും ഒക്കെയാണ് വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയാണ്. ++ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നമ്മൾ 12 വർഷം KG മുതൽ പഠിക്കണതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ ഒരു ഏറ്റവും വലിയ എക്സാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് SSLC പറയാം. അപ്പോൾ അതിലൊരു നല്ല റിസൾട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലൈക്ക് ഹാർഡ് വർക്കിന് ഒരു കൊല്ലം കഷ്ടപ്പെടുത്തതിനുള്ള റിസൾട്ട് കിട്ടി. ടീച്ചേഴ്സൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ക്യാമ്പുകൾ വെച്ചിട്ടും പഠിപ്പിച്ചിട്ടും നല്ല ഇതായിരുന്നു. അതിനനുസരിച്ച് പഠിച്ചും ചെയ്തിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്ത് വളരെ സന്തോഷം. റിസൾട്ട് വന്നു. ++ ആണ്. അതേപോലെ ഇന്ന് ശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനൊക്കെ ഉണ്ടായപ്പോൾ ക്ലാസ്സിൽ തീരെ സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ നൈറ്റ് ക്യാമ്പൊക്കെ വെച്ചിട്ട് പൈലപ്പ് ചെയ്ത് പിന്നെ ഹാർഡ് വർക്കൊക്കെ കാരണമാണ് A+ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സന്തോഷമുണ്ട്. കാരണം ഒരു വർഷത്തോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഇന്നൊരു റിസൾട്ടിൽ ഫുള്ളാണ്. നമ്മുടെ പാരൻസിൻ്റെ ഫേസിൽ കാണുന്നൊരു പ്രൗഡ് മൊമെൻറ്റ് നമ്മൾ കാരണമാണ് ആലോചിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്. ++ ആണ്. എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. അത്ര എന്തായാലും വിജയിച്ച കുട്ടികൾക്ക് ആശംസകൾ. അതുപോലെ ചില്ലറ പരാജയമൊക്കെ ഏറ്റുവാങ്ങിയ കുട്ടികൾ വിഷമിക്കേണ്ട. നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പരീക്ഷയല്ല എല്ലാറ്റിൻ്റെയും അന്തിമമായ കാര്യം. ജീവിതം എന്ന പരീക്ഷണം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പരീക്ഷയൊക്കെ നന്നായി പഠിച്ച് അധ്വാനിച്ചെഴുതാം. മാതാപിതാക്കളാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഒരു ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കഥ കേട്ടില്ലേ? ആ കുട്ടി പരീക്ഷ ജയിക്കില്ല എന്ന് കരുതി മരണത്തെ വരിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടി വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിൻ്റെ ആചാര്യൻ എന്ന് വിശേഷിപ്പിച്ച സാം പിട്രോഡ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജി അംഗീകരിച്ചെന്നും വാർത്തയുണ്ട്. വംശീയ വേർതിരിവ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിവാദമായതിൻ്റെ പിന്നാലെയാണ് സാം പിട്രോഡയുടെ രാജി. ഇന്നത്തെ വാർത്താ പകലിൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോഴേക്കും വന്ന ഒരു വാർത്ത നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തി. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മുംബൈയിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർജറി വേണമെന്ന് ആശുപത്രി പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോദ്ധ പോലെയുള്ള കുറച്ചധികം നല്ല ചിത്രങ്ങൾ, ഗാന്ധർവം, നിർണയം തുടങ്ങി മോഹൻലാലിൻ്റെ കുറേ ഹിറ്റ് സിനിമകൾ നൽകിയ ആളാണ് കടന്നു പോയിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ആളുകൾക്കറിയാം. ശിവൻസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ ഛായാഗ്രാഹകരാണ് മുഴുവൻ ആളുകളും. ശിവൻ എന്ന അച്ഛൻ ഒരുപാട് ഡോക്യുമെൻ്ററികൾ ചെയ്തു. തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെട്ട ഫോട്ടോഗ്രാഫറായിരുന്നു. ആദ്യകാലഘട്ടത്തിലൊക്കെ തന്നെ ശിവൻ എന്ന് പറയുന്നത് ഛായാഗ്രഹണത്തിൻ്റെ ഒരു നിറസാക്ഷ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് സന്തോഷ് ശിവനും സഞ്ജീവ് ശിവനും സംഗീത് ശിവനും. അതിൽ സംഗീത് ശിവനാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. പ്രശസ്ത ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. മോഹൻലാലുമായി കൂട്ടുചേർന്ന് കുറേ അധികം ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചു. ഹിന്ദിയിലും അദ്ദേഹം 7 ചിത്രങ്ങൾ നിർമ്മിച്ച ആളാണ്. എന്തായാലും വളരെ പരിചയമുണ്ടായിരുന്ന ഒരാളാണ് കടന്നു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എനിക്കുള്ള സങ്കടവും 24-ൻ്റെ ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രതിസന്ധി കടന്നു പോകാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരുപാട് കാലം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രത്യേക ജനസിൽപ്പെട്ട സിനിമകൾ നിർമ്മിച്ച അദ്ദേഹത്തെക്കുറിച്ച് മോഹൻലാൽ ഇങ്ങനെയാണ് ഓർമ്മിച്ചത്. യോദ്ധ, അതുപോലെ നിർണയം എന്നുള്ള സിനിമ വളരെ നല്ല ഇൻഡസ്ട്രി ഫിലിമായിരുന്നു. ഗാന്ധർവം ശരിക്കും അന്നുവരെ മലയാളം കാണാത്ത തരത്തിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആയിരുന്നു സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിരിക്കുന്നു. ആ സിനിമകളൊക്കെ അവരാണ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. സംഗീതവും അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ആ ഫാമിലിയായിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു, സന്തോഷമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, ഒരു സർജറിയൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എന്താ പറയാ, വല്ലാത്തൊരു സങ്കടമാണ്.
അല്ല, എങ്ങനെയാണല്ലോ ഓരോരുത്തരും നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതം, അത് വളരെ അടുത്ത ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയോടൊപ്പം ഞാനും അതിൽ സങ്കടപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തെ മുടവൻ മുകളിൽ കളിച്ചു വളർന്ന മോഹൻലാലിന് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ വല്ലാതെ നന്നായി തിളങ്ങാൻ മോഹൻലാലിന് കഴിഞ്ഞു. മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും ചേർന്നൊരുക്കിയ കൂട്ടുകെട്ടിൽ AR റഹ്മാൻ കൂടി ചേർന്നപ്പോഴാണ് യോദ്ധ എന്നുള്ള സിനിമ ഇപ്പോഴും സൂപ്പർ ഹിറ്റായി തുടരുന്നത്. മോഹൻലാൽ 24 സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധമൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ തീരാ നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. വിവരങ്ങളുമായി ഇപ്പോൾ മുംബൈയിലെ കോകിലാബൻ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീനാഥ്, ഒരുപക്ഷെ ഹിന്ദി സിനിമാ ലോകത്തിനും നല്ല സുപരിചിതനായ സംഗീത് ശിവൻ കടന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? SK പറഞ്ഞതുപോലെ മുംബൈയിലുള്ള അന്ധേരിയിലുള്ള കോകിലാബെൻ അംബാനി ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ആശുപത്രിയിൽ ICUയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സന്തോഷ് ശിവൻ അടക്കമുള്ള അടുത്ത ബന്ധുക്കളും മറ്റും മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത്. മറ്റു സുഹൃത്തുക്കൾ, ഈ വിവരമറിഞ്ഞ് മുംബൈയിലുള്ള സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന് മലയാളത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പോലെ അദ്ദേഹം ബോളിവുഡിലും ഹിന്ദിയിലും അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അതുകൊണ്ട് മുംബൈയിലും അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദ വലയം ഉണ്ട്. ഹിന്ദിയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ 98 പുറത്തിറങ്ങിയ സോറായിരുന്നു ആദ്യ ചിത്രം എന്നറിയാം. അതിനുശേഷം 2003, 2005, 2006 നിരന്തരം അദ്ദേഹം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഹിന്ദിയിൽ വന്നു. അങ്ങനെ ബോളിവുഡിൽ വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വിവരം അറിഞ്ഞ് വരികയാണ്. നമ്മൾ പോലും ബോളിവുഡിലെ ചില പ്രവർത്തകരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ട് പലരും ഇപ്പോഴാണ് ഇത്തരമൊരു വിവരം അറിയുന്നത്. അവരൊക്കെ ആ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ. മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് തന്നെ മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സഞ്ജീവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് ഇപ്പോൾ ഒപ്പമുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉണ്ട്. SK ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിലെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഏറ്റവും സങ്കടകരമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ 65 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു സജീവ സാന്നിധ്യമായ സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ചെറിയ പ്രായമാണ്. ഈ പ്രായത്തിൽ അദ്ദേഹം കടന്നുപോയി. ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമാ ലോകത്തിന് തീരാ നഷ്ടം സമ്മാനിച്ചാണ് സംഗീത് ശിവൻ കടന്നുപോയിരിക്കുന്നത്. ദുഃഖാർത്തരായ കുടുംബത്തോടൊപ്പം നമ്മളും ചേരുന്നു. അതുപോലെ ഇന്ന് പകൽ വന്ന മറ്റൊരു ദുഃഖകരമായ വാർത്ത മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ മുകേഷിൻ്റെ മരണമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പത്രപ്രവർത്തകരും അതുപോലെ തന്നെ ക്യാമറമാന്മാരും ടെലിവിഷൻ ജേർണലിസ്റ്റുകളും ഒക്കെ തന്നെ ഇതേപോലുള്ള ഒരുപാട് ദുർഘട ഘട്ടങ്ങളിൽ ചെന്ന് ചേരാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രേക്ഷകർ ചോദിക്കും, ഒഴിഞ്ഞു നിന്നോളൂ, മാറി നിന്നോളൂ. പക്ഷേ അപകടങ്ങളെയൊക്കെ അവഗണിച്ചാണ് പലപ്പോഴും ഇത്തരം ജോലി ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒരു അപകടത്തിലാണ്, കാട്ടാനാക്രമണത്തിലാണ് ഈ AV മുകേഷ് മരിച്ചത്. ഒരുപക്ഷെ നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ദാരുണ അന്ത്യമാണ് ഈ മാധ്യമപ്രവർത്തനം ഉണ്ടായത്. മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങൾ കണ്ട പല ദൃശ്യങ്ങൾക്ക് പിന്നിലും ഈ ക്യാമറമാൻ്റെ സാഹസികത ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചാനലുകളിലും 24-ലും ഒക്കെ തന്നെ പലപ്പോഴും ജീവൻ പണയം വെച്ച് എടുക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും കൈവെള്ളയിലെടുത്താണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത്. അങ്ങനെ പകർത്തുന്നതിനിടയിലാണ്, ഒരു കാട്ടാനക്കൂട്ടത്തെ ചിത്രീകരിക്കുന്നതിനിടയിലാണ് പാലക്കാട്ടെ മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറമാൻ AV മുകേഷ് കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെടുന്നത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കിടക്കുന്ന മനോഹരമായ ദൃശ്യം തൻ്റെ ക്യാമറ കണ്ണിലൂടെ കണ്ട മുകേഷിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആ ദൃശ്യം പകർത്തുന്നതിനിടയിൽ മരണം വന്ന് അദ്ദേഹത്തെ ചൂഴ്ന്നെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, മുകേഷിൻ്റെ മരണത്തിൽ ഞങ്ങളും സങ്കടപ്പെടുന്നു. ഞങ്ങളുടെ ഒരു സഹജീവി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു വെല്ലുവിളി മാധ്യമപ്രവർത്തകർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. 24-നുള്ള ദുഃഖം രേഖപ്പെടുന്നത്, ഇത്രയും ചെറിയ പ്രായത്തിൽ കടന്നു പോകുമ്പോൾ ആ കുടുംബത്തിന് ഇതെങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. 24 സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും ഇതൊരു വല്ലാത്ത നൊമ്പരമായി ഇന്നത്തെ വാർത്താ പകലിൽ. മുഖ്യമന്ത്രിയും ഗവർണറും പ്രതിപക്ഷ നേതാവും മുകേഷിൻ്റെ മരണത്തിൽ അനുശോചിക്കുകയുണ്ടായി. ഒരുപാട് കാലം മുകേഷ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും.
ഇന്ന് രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ 3 വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട ഓടുന്നതിനിടെ AV മുകേഷ് താഴെ വീണു. ഇതിനിടെ കാട്ടാന മുകേഷിനെ ചവിട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി AK ശശീന്ദ്രനും അനുശോചിച്ചു. നമുക്ക് ഇനിയിങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്. ആ രൂപത്തിലുള്ള ഒരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ട ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യാണ്. 1 വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന AV മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. അത്യന്തം സങ്കടകരമായ ഒരു വാർത്തയാണ് മുകേഷിൻ്റെ മരണം. രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായതിനെ തുടർന്ന് സാം പിട്രോഡ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജി അംഗീകരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. നിതിൻ അംബുജൻ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ടെലികോം വിപ്ലവത്തിന് ആതിഥ്യമരുളിയ വിപ്ലവകാരിയായിരുന്നു ഈ ടെക്നോക്രാറ്റ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേസമയം വലിയ വിവാദമായി. എന്താണ് ഇന്ന് സംഭവിച്ചത്, പദവി ഒഴിയാൻ കാരണമായത്? സാം പിത്രോദയുടെ പ്രസ്താവന അത് വലിയ വിവാദമായിരുന്നു. വടക്കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും തെക്കേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും വടക്കുള്ളവർ യൂറോപ്പക്കാരെ പോലെയുമാണെന്നായിരുന്നു സാം പിത്രോദയുടെ പ്രസ്താവന. അത് ഇന്ത്യയുടെ വൈവിധ്യം ഉദാഹരണം എന്ന് സൂചിപ്പിച്ചാണ് പ്രസ്താവനയെങ്കിലും അത് സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായി സാം പിത്രോദയുടെ പല പ്രസ്താവനകളും BJP ആയുധമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അയോധ്യയിലെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളടക്കം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പ്രധാനമന്ത്രി ആയുധമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന ഇന്ന് പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പ്രധാനമന്ത്രി മാത്രമല്ല BJPയും അതോടൊപ്പം തന്നെ ഈ പ്രസ്താവന തള്ളിക്കൊണ്ട് കോൺഗ്രസും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിന്റെ പ്രസ്താവനയല്ല, നിലപാടല്ല എന്ന് വ്യക്തമാക്കി തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ പ്രതികരണം വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം സാം പിത്രോദ രാജിവെച്ചിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഈ രാജി അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിവാദം വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടയിൽ പ്രസ്താവന അത് സാം പിത്രോദ മാത്രമാണെന്നും കോൺഗ്രസിന്റെതല്ലെന്നും നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സാം പിത്രോദ ഈ പദവി രാജിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ രാജി അംഗീകരിച്ചിട്ടുണ്ട്. താങ്ക് യു നിതിൻ അംബുജൻ. സാം പിട്രോഡ കുറച്ചധികം കാലമായി അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് 24ൻ്റെ ഒരു വെബിനാറിൽ സാം പിട്രോഡ പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം കേരളത്തെ ഒരുപാട് പ്രശംസിച്ചിരുന്നു. മലയാളികളുടെ അധ്വാനശീലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. സാം പിട്രോഡ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഉൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ തന്നെ ഒരു പിഴവായി തന്നെ ബാക്കിയാകുന്നു. രാജേന്ദ്രൻ വയല പറയുന്നു, മാതൃഭൂമി പ്രതിനിധിയുടെ വിയോഗം ദുഃഖകരമാണ്. SKN എല്ലാ റിപ്പോർട്ടേഴ്സിനോടും ക്യാമറക്കാരോടും വളരെ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണം. ഇതൊക്കെ അവർക്കും ഒരു പാഠമാണ്, നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങുന്ന ഈ വേളയിൽ വളരെ സാഹസികമായി ഇവരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ അപകടം വരാതെ സൂക്ഷിക്കേണ്ടത്. ചില കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൂടി പറയുക. ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ഒരു കാര്യം അറിയിക്കുന്നു. സംഗീത് ശിവൻ്റെ സംസ്കാരം നാളെ മുംബൈയിൽ നടക്കും. വൈകുന്നേരം 4 മണിക്കായിരിക്കും നാളെ നടക്കുക. ഓഷിവാര ഹിന്ദു ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിൽ നിന്നും മുംബൈയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരുമെന്നും ശ്രീനാഥ് ചന്ദ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ മറ്റൊരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് വരുന്നത്, പീച്ചി ഡാമിൽ ഒരു യുവാവിനെ കാണാതായി. മലപ്പുറം സ്വദേശിയായ 25 വയസ്സുള്ള യഹിയ എന്ന ആളെയാണ് കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്. റവന്യൂ മന്ത്രി K. രാജനും സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലുണ്ടായ സംഭവമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഒരു മിന്നൽ പണിമുടക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്യാബിൻ ക്രൂ ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ടായി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പല വിമാനങ്ങളും ഇന്ന് റദ്ദ് ചെയ്യപ്പെട്ടു. എയർ ഇന്ത്യക്ക് വൻ പേരുദോഷമുണ്ടായ ദിവസമാണിത്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു വിമാനങ്ങൾ റദ്ദ് ചെയ്തത്. പല കാരണങ്ങളാൽ എയർപോർട്ടിലെത്തിയ പല ആളുകളും കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങിപ്പോകേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. വളരെ സങ്കടകരമായ സാഹചര്യമാണ്. ഇന്ന് തന്നെ ഗൾഫ് നാടുകളിൽ തന്നെ പ്രവാസികളൊക്കെ അവരുടെ ജീവിതമല്ലാത്ത അവതാളത്തിലായി പോയ സാഹചര്യം ഇന്ന് പ്രഭാതത്തിൽ ഈ മിന്നൽ പണിമുടക്ക് മൂലം കണ്ടു. എയർ ഇന്ത്യ ഒരു രീതിയിൽ പച്ചപിടിച്ചു വരാൻ വേണ്ടി ടാറ്റ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴായിരുന്നു പൈലറ്റന്മാർ അഖിലേന്ത്യാ തലത്തിൽ ഓർക്കാപ്പുറത്ത് മിന്നൽ പണിമുടക്കുമായി ഇന്ന് രംഗത്ത് വന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് യാത്രക്കാരെ തെല്ലൊന്നുമല്ല വലച്ചത്. ഒരു മുന്നറിയിപ്പും യാത്രക്കാർക്ക് ലഭിക്കാതിരുന്നത് ദുരിതം ഇരട്ടിയാക്കി. കണ്ണൂരിൽ മാത്രം 3 സർവീസുകളിലായി 450ഓളം പേർക്കാണ് യാത്ര തടസ്സപ്പെട്ടത്. അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. ഞങ്ങൾ മാത്രം പറഞ്ഞു വിട്ടാൽ ഞങ്ങൾക്ക് ലഗേജ് കൊണ്ടുപോകണം നിർബന്ധമില്ല. ആകെ 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങളെ പെട്ടിയിലുള്ളൂ. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. വിസ കാലാവധി അവസാനിക്കുന്നവർ, രോഗശയ്യയിൽ കിടക്കുന്നവരെ അവസാന നോക്ക് കാണാനെത്തിയവർ, അങ്ങനെ നീളുന്നു എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്വ നിലപാടിൽ നട്ടം തിരിഞ്ഞവരുടെ പട്ടിക. പുലർച്ചെ 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനെത്തിയപ്പോഴാണ് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം യാത്രക്കാർ അറിയുന്നത്. പിന്നാലെ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ യാത്രാ വിമാനങ്ങൾ റദ്ദാക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെയും അക്ഷരാർത്ഥത്തിൽ വലച്ചു. തെക്കൻ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്ത് വിമാനത്താവളത്തിലെത്തുമ്പോഴാണ് വിവരമറിയുന്നത്. പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അടിയന്തര സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനം എയർ ഇന്ത്യ അധികൃതർ ഒരുക്കി നൽകിയെങ്കിലും അതുകൊണ്ടും പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിലായി 70 സർവീസുകളാണ് റദ്ദു ചെയ്തത്. എയർ ഇന്ത്യയുടെ നിലപാട് മര്യാദകേടെന്ന യാത്രക്കാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മസ്കലിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് കൈവഴിയാണ്, കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെയായി. അപ്പോൾ നമ്മൾ ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസലാണ്. നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല. ടിക്കറ്റ് മറ്റൊരു ദിവസം പുനഃക്രമീകരിച്ച് നൽകാമെന്ന് പറയുമ്പോഴും അന്ന് യാത്ര സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉറപ്പു നൽകുന്നില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയത്. ഞങ്ങൾ 5 മണിയായപ്പോൾ ഇവിടെ വന്ന് 7:30 ആയപ്പോൾ അകത്ത് കയറി 10:40 വരെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റില്ല, ഡിലേ ആയി, വീണ്ടും 2 മണിക്കൂർ ഡിലേ ആയി. ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു. പിന്നെ ഇവർ ഡേറ്റ് മാറ്റി കൊടുത്ത് ഒരു 180 പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു, എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് കാരണം. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. ഇതിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ ദുബായ് ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പുറപ്പെട്ടു. യാത്രക്കാർ നേരിട്ട ബുദ്ധിമുട്ടിൽ വ്യോമയാന മന്ത്രാലയം ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കത്തയച്ചിട്ടുണ്ട്. പണം തിരികെ നൽകിയാലും ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയാലും യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെ ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അലവൻസ് കൂട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് സർവീസുകൾ അപ്പാടെ റദ്ദ് ചെയ്യാൻ ഇന്ന് കാരണമുണ്ടായത്. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുകയാണ്. എന്നാലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്രയും സർവീസുകൾ റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ മര്യാദകേട് എന്നാണ് യാത്രക്കാർ പറഞ്ഞത്. 5-നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:30-ക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ. നമ്മൾ 10,000-6,000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ 10-ാം തീയതിക്ക് റീഷെഡ്യൂൾ വന്നിട്ടുണ്ട്.
അതിനിപ്പം 10-ാം തീയതി വീണ്ടും ഉണ്ടോ കൺഫേം അല്ല. അവിടെ എത്തേണ്ട ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. പക്ഷേ ഇതുവരെയൊക്കെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫെയർ കൂടിയോണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഇന്ന് ഞങ്ങളിവിടെ വന്നതിൻ്റെ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ആക്കുക അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാം. നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. വേറൊരു ദിവസം പോകാനുള്ള ചാൻസ് ഇല്ലല്ലോ. ഇത് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിഷമിക്കുക. ഇരിക്കാൻ പോലും സൗകര്യം. ടിക്കറ്റ് എടുത്തിരുന്നാണ്. അപ്പോൾ അവർ പറയുന്നത് നാളെ നാളെ വേണ്ടതാണ് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിസ നാളെ ക്യാൻസലാണ്. ഇന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ, പിന്നെ അവിടുന്ന് അവർ അതോറിറ്റി കൂട്ടിയപ്പോൾ നാളെ കൊണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായൊരു സാഹചര്യമായിരുന്നു. കാരണം ഈ പൈലറ്റുമാരും ക്യാബിൻ ക്രൂ ഒക്കെ പെട്ടെന്ന് സമരം ചെയ്യുന്നത് അവരാലോചിക്കണം എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന്. അവർക്ക് സമരം ചെയ്യാം, അഡ്വാൻസായിട്ട് നോട്ടീസൊക്കെ ഇറക്കി അതിൻ്റെ മര്യാദയുടെ വഴിയിൽ സമരം ചെയ്യാം. രാവിലെ വന്നിട്ട് ഞങ്ങളിപ്പോൾ മുതൽ സമരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ ആളുകളെല്ലാം കൂടെ തീരുമാനിക്കും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നില്ല, ഇന്ന് തീരുമാനിച്ചാൽ ഇവരുടെ ജീവിതം കട്ടപ്പോകുകയാകില്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു സ്ഥാപനം, എയർ ഇന്ത്യ പോലെ സ്ഥാപനം ടാറ്റ ഏറ്റെടുത്തത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ വ്യാപകമായി സമരം ചെയ്ത് ആളുകളെ നട്ടം തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ഈ കൊടും വേനൽ സമയത്ത്. അങ്ങനെ ഒരു കുടുംബമുണ്ട് തൃശ്ശൂരിൽ. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപത്തട്ടിന് ഇരയായ കുടുംബമാണ് ഈ പെരുവഴിയിലായത്. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടെ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേർ അന്തിയുറങ്ങുന്നു ഇപ്പോൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത്. 1ഉം 2ഉമല്ല 16 ദിവസങ്ങളായി ഇവർ ഈ കഷ്ടത അനുഭവിക്കുകയാണ്. തലയ്ക്കു മുകളിൽ തീ കോരിയിടുന്ന സൂര്യൻ. അതിലും വലിയ നീറ്റലാണ് ഈ 4 പേരുടെ നെഞ്ചിനുള്ളിൽ. 16 ദിവസത്തിലേറെയായി തൃശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശി ജിബിയുടെയും മക്കളായ എൽന, എമിൽ എന്നിവരുടെയും വീട്. കുടുംബ സുഹൃത്ത് ഗിരീഷും ഒപ്പമുണ്ട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഉടമ ഇറക്കി വിട്ടതോടെയാണ് ജിബിയും മക്കളും പെരുവഴിയിലായത്. ആ വെച്ച ബാഗൊക്കെ തുറന്ന് അവിടെ ഈ പശുവിൻ്റെ തൊഴുത്തിൽ തുറന്നിട്ടേക്കായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തതിൽ ഒരു സാധനവും ഇല്ല, ഇതൊക്കെ തുറന്നിട്ടേക്കണമെന്ന് കാണിച്ചു കൊടുത്തു. പോലീസുകാർ പറഞ്ഞു സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും എടുക്കണ്ട, പിന്നെ കേസ് മാറുള്ളൂ, ഒന്നും എടുക്കണ്ട, പോരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുക ചെയ്തത്. പിന്നെ പ്രവീൺ റാണ പ്രതിയായ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടമായി. പിന്നാലെ കടക്കണി. ഒടുവിൽ വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലായി. പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ എൽനയ്ക്ക് അടുത്തിടെ ബംഗളൂരുവിൽ ജോലി ലഭിച്ചു. പക്ഷേ വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇതിനിടെയാണ് വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. കുട്ടികളുടെ സർട്ടിഫിക്കറ്റും വീട്ടുസാധനങ്ങളും ഉടമ മറ്റെവിടേക്കോ മാറ്റിയെന്നാണ് ആരോപണം. വിയൂർ പോലീസിലും കളക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. 20 ദിവസമായി വടക്കുന്നാഥ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മോൾക്കാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കയ്യിൽ സൂര്യാഘാതം ഏറ്റു തുടങ്ങി, കയ്യിൽ സ്റ്റിച്ചിൻ്റെ അവിടെ പോളം വന്നു തുടങ്ങി. ഞങ്ങൾക്കൊന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾക്ക് ഉടത്തുണി മാറി കൊടുക്കാനില്ല, കിടക്കാൻ ഒരു ഇടയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറക്കമൊഴിച്ച് രാവു പകലാക്കി ജീവിക്കുകയാണ് കുടുംബം. ഒരു പോലീസുകാരന് അടുത്ത് വന്ന് നിന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കുറേ നേരം ഞങ്ങളെ നോക്കിയിട്ട് അയാൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങിയിട്ട് അമ്മയുടെ അടുത്ത് ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു അയാളെ വീട് വാടകയ്ക്ക് എടുത്ത് തരാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഒന്ന് സഹകരിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ സന്തോഷം തുടങ്ങിയ ചേട്ടനും പിന്നെ കുറേ ആൾക്കാരും ഒന്ന് കൂടിയിട്ട് അയാളെ ഓടിപ്പിക്കുക ചെയ്തത്. ഈ മരത്തണലിൽ ഇനിയും എത്ര നാളെന്നാണ് ഇവർ ചോദിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. കോട്ടയത്ത് വൈക്കത്തു നിന്നൊരു വാർത്ത വരുന്നു. തേങ്ങാക്കുല തലയിൽ വീണ് ഒരു വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വൈക്കം സ്വദേശിനിയുടെ തലയിലാണ് തേങ്ങാക്കുല വീണത്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തുണ്ടായ ശക്തമായ കാറ്റിലാണ് തേങ്ങാക്കുല വീണത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കത്തുന്ന വേനൽ ഒരു 30 സെക്കൻഡ് നേരം ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഇന്നാനുള്ള അവസ്ഥ? ചൂടും പൊടിയും ഒക്കെ ആയിട്ട് ആകെ നമ്മൾ വല്ലാതായിപ്പോവും, ജക്ക പുകയായിരിക്കും. പറഞ്ഞു വരുന്ന ഈ പൊരി വെയിലത്തും ഒരുപാട് മണിക്കൂർ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ തെരുവിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസിനെ കുറിച്ചാണ്. തിരക്കേറിയ പാതകളിലെ കുരുക്ക് നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അവിടെയാണ് സേവന തൽപരരായ ഒരു കൂട്ടം ട്രാഫിക് വാർഡർമാർ ട്രാഫിക് പോലീസിനെ സഹായിക്കാൻ നിരത്തിലുള്ളത്. കത്തുന്ന വേനൽ ചൂടിൽ കുടുംബം പോറ്റാൻ 10 മണിക്കൂറോളം ജോലി ചെയ്താൽ കിട്ടുന്നത് വെറും തുച്ഛമായ വേതനം.
സമയത്ത് നമ്മൾ മാക്സിമം ഓടി നടന്ന് വേർത്ത് ദേഹത്തൊക്കെ നല്ല വേർപ്പുണ്ട്, നല്ല ചൂടാണ്. മഴയത്തും വെയിലത്തും കുടയും ഇതുമൊക്കെ പിടിച്ച് ഓട്ടത്തിലാണ് എല്ലാ പേരും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഏർപ്പെടുത്തിയ റോഡിലെ പെയ്ഡ് പാർക്കിംഗ് സംവിധാനത്തിന്റെ വിജയത്തിന് യഥാർത്ഥ അവകാശികൾ ഈ ട്രാഫിക് വാർഡന്മാരാണ്. കത്തുന്ന വേനൽ ചൂടിലും ട്രാഫിക് നിയന്ത്രിക്കാൻ തിരക്കേറിയ നിരത്തുകളിൽ അവർ കർമ്മനിരതരാണ്. നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴാണ് വീണത് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജോലി ചെയ്യണത്. വീഴുന്നാലും നമുക്ക് ഈ ജോലി ചെയ്തേ പറ്റൂ. കാരണം മറ്റൊരു ജോലിക്ക് ഞാൻ കയറിയിട്ട് തന്നെ 7 വർഷമാണ്. അപ്പം എനിക്ക് 52 വയസ്സ് ആയി. അപ്പം ഇനി ഒരു ജോലിക്ക് നമുക്ക് വേണ്ടി തേടി നടക്കാൻ പറ്റൂല. രാവിലെ തുടങ്ങുന്ന ഡ്യൂട്ടി അവസാനിക്കുക നേരമിരുട്ടി. തൊഴിൽ സുരക്ഷിതത്വം തീരെയില്ല. ഒരു ദിവസം ലഭിക്കുന്ന കളക്ഷനാണ് ദിവസ വരുമാനം, അതും 500 രൂപയിൽ താഴെ. റോഡിലെ ചൂടും വെയിലും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പിന്നെ നമ്മളെ ജോലി ചെയ്തല്ലേ പറ്റൂ. സമയം ക്രമമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് പകൽ സമയത്ത് മാത്രമേ വണ്ടികൾ വരത്തുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ കയറി ഇങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്താലും കളക്ഷനെ ബാധിക്കും. കളക്ഷൻ കിട്ടാതിരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഈ പിരിച്ചു കൊടുക്കുന്ന കളക്ഷനാണ് ഞങ്ങൾക്ക് സാലറി ആയിട്ട് തരുന്നത്. അപ്പം കളക്ഷൻ കുറയുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് സാലറി അത്രയും ലേറ്റായിട്ടാണ് കിട്ടുക. സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനമായ 600 രൂപ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. എന്നിട്ടും ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. ഈ വെയിൽ കൊണ്ട് 6 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ വെള്ളമൊക്കെ കുടിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അപ്പം 6 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കൊടും വേനലിലും സുഗമമായി യാത്ര ഒരുക്കാൻ കഷ്ടപ്പെടുന്ന ട്രാഫിക് വാർഡന്മാർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ നോക്കാം. അവർ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ അങ്ങനെ സാലറി കിട്ടുന്നില്ല. അവർ വെയിലത്ത് ഈ ചൂടത്ത് ആരെങ്കിലും വർക്ക് ചെയ്യുമോ? അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ കാര്യം തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ചൂടും കാര്യങ്ങളും നമുക്കന്നെ സഹിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇത് നോക്കിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ കഷ്ടമാണ്. വെയിലത്തേക്ക് വന്ന് ഇത്രയും പണിയെടുക്കുന്നില്ലേ, അതിൻ്റെ ശമ്പളം കൊടുക്കുന്നില്ല അവർ. അവരുടെ ഈ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാരിനെ കൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം. സർക്കാർ നോക്കേണ്ടതാണ്, സർക്കാർ നോക്കുന്നില്ല. ഇപ്പോഴത്തെ ജീവിതത്തിൽ പൈസയൊന്നും പോരാ. ഒരു കുടുംബം കഴിയണമെങ്കിൽ ഈ ശമ്പളമൊന്നും പോരാ. ജീവിക്കേണ്ട തുക ഗവൺമെൻറ് ഇന്നത് എടുത്തു കൊടുക്കണം. എന്നാലല്ലേ ഇന്നത്തെ കാലത്ത് ഈ സാധാരണ വിലയിലെല്ലാം ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഴയൊരു ലളിതഗാനം ഓർമ്മയില്ലേ, നിളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ധ തീരം. ജി വേണുഗോപാൽ പാടിയതാണ്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം ചെയ്ത് അതുപോലെ PK ഗോപി എഴുതിയ പാട്ടാണത്. ഒരു കാലത്ത് കലോത്സവ വേദികളിൽ ഈ പാട്ട് നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്ന് നിളയുടെ തീരത്തെ കാഴ്ചകളെ നമ്മൾ കണ്ടാൽ ഈ പാട്ട് നമ്മളെ വേദനിപ്പിച്ചു എന്ന് വരും. അങ്ങനെയാണ് നിളയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കടുത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ തിരുവില്ലാമല ഐവറമഠത്തിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പുഴ മധ്യത്തെ ചെറു കുഴിയിലെ വെള്ളം വറ്റിയാൽ ചടങ്ങുകൾ തന്നെ നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. നിളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം. ഐതിഹ്യപ്രകാരം പിതൃതർപ്പണ ചടങ്ങുകൾക്കും ശവസംസ്കാര ചടങ്ങുകൾക്കും പ്രധാനപ്പെട്ട ഇടമാണ് ഐവർമഠം. കടുത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ കുടിവെള്ളം മാത്രമല്ല പിതൃതർപ്പണ ചടങ്ങുകൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. മഹാഭാരത യുദ്ധത്തിൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടാൻ ശ്രീകൃഷ്ണൻ പലയിടത്തും കർമ്മം നടത്തിയിട്ടും മോക്ഷം കിട്ടിയില്ലെന്നും ഒടുവിൽ ഭാരതപ്പുഴയുടെ തീരത്തെ പാമ്പാടിയിൽ കർമ്മം ചെയ്തപ്പോൾ
മോക്ഷം ലഭിച്ചുവെന്നുമാണ് ഹിന്ദു മതവിശ്വാസം. ആ വിശ്വാസപ്രകാരമുള്ള ഇടമാണ് ഐവർ മഠം. എന്നാൽ വേനലിൽ ഐവർ മഠം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിളയുടെ തീരത്തെ ഐവർ മഠം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് പോലും വെള്ളം നാമമാത്രമായാണ് ശേഷിക്കുന്നത്. പുഴമധ്യത്തിൽ പാറക്കെട്ടുകൾക്കിടയിലുള്ള ചെറിയ നീർച്ചാലിലാണ് വിശ്വാസികൾ ചടങ്ങുകൾക്കിടെ സ്നാനം ചെയ്യുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ ഇവിടത്തെ വെള്ളവും നാളുകൾക്കുള്ളിൽ വറ്റും. ഐവർ മഠം തീരത്ത് നിത്യേന ബലിതർപ്പണത്തിനെത്തുന്നവരും വെള്ളമില്ലാതെ വലയുകയാണ്. വെള്ളം ഒട്ടുമില്ല, മഴ ഇല്ലാത്ത കാരണത്തിനാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ സൈഡിൽ കുറച്ച് വെള്ളം, ഒരു കുഴിയാണത്, അതിലേത് സമയത്തും വെള്ളം ഉണ്ടാകാറുണ്ട്. ആ വെള്ളമുള്ള കാരണത്തിനാണ് ചടങ്ങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു പോകണതിന്. ഐവർ മഠത്തിന് പുറമെ നാട്ടുകാർ ഉൾപ്പെടെ നേരിടുന്ന വരൾച്ച മറികടക്കണമെങ്കിൽ മലമ്പുഴ അണക്കെട്ട് തുറക്കണം. അതുണ്ടായില്ലെങ്കിൽ മഴ കനിയുക തന്നെ വേണം. അടുത്ത കാലത്തൊന്നുമില്ലാത്ത വിധം നിള വരണ്ടു. പാമ്പാടി ലക്കിടി തടയണ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി വെള്ളം വറ്റി. പുഴയിൽ വെള്ളമില്ലാതായതോടെ കരയിലെ കുളങ്ങളും കിണറും വറ്റി വരണ്ടു. ആളിയാർ അണക്കെട്ട് തുറന്നെത്തിയ വെള്ളം 3 കിലോമീറ്ററോളം ദൂരത്ത് പെരിങ്ങോട്ട് കുറിശിയിലെ ഞാവലിൻ കടവ് വരെ എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. നീരൊഴുക്ക് നിലച്ചതോടെ ഈ തടയണയിൽ നിന്ന് പുഴയുടെ തിരുവില്ലാമല ഭാഗത്തേക്ക് വെള്ളമെത്താനുള്ള സാധ്യതയും അടഞ്ഞു. 2 ഷട്ടറുകൾ തുറന്ന പുഴയിലേക്ക് വെള്ളമൊഴുക്കാനുള്ള ശ്രമം പെരിങ്ങോട്ട് കുറിശിക്കാർ തടഞ്ഞു. ഇതോടെ മലമ്പുഴ ഡാം തുറന്നാൽ മാത്രമേ ഭാരതപ്പുഴയിൽ ഇനി വെള്ളമെത്തൂ. കുടിവെള്ളത്തിനായി ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവരുടെയും ഐവർ മഠത്തിലെത്തുന്നവരുടെയും പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളമെത്തണം. മലമ്പുഴ ഡാം തുറന്നാൽ മാത്രമേ ഇക്കാണുന്ന മേഖലയിലേക്ക് വെള്ളമെത്തൂ. അടിയന്തരമായി ഡാം തുറന്ന വരൾച്ച മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നതാണ് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവരുടെ ആവശ്യം. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഒരു വിയോഗത്തിൻ്റെ വാർത്ത വരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്ധ്യ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. നേരത്തെ അദ്ദേഹം KP യോഹന്നാൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം വിഖ്യാതനായത്. വാഹനാപകടത്തിൽ ഇന്നലെ രാവിലെ പ്രഭാത സവാരിക്കിടെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ഡാലസിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് അടിയന്തരമായി ചേർന്ന് തുടർന്നുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചറിയിക്കുമെന്ന് അറിയിക്കുന്നു. സഭയുടെ ഈ വിഷമ പ്രതിസന്ധിയിൽ എല്ലാവരുടെയും പ്രാർത്ഥന സിനഡ് യാചിച്ചിട്ടുണ്ട്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ വിയോഗം. ഇന്നലെ അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് കടന്നുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 24-ൻ്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം സഭാവ്യക്തമായ സിജോ പന്തപ്പള്ളി നമുക്കൊപ്പം ചേരുകയാണ്. സിജോ പന്തപ്പള്ളി നമുക്കൊപ്പം ചേരുന്നു. സിജോ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം എപ്പോഴാണ്, എക്സാക്ട് സമയം എപ്പോഴാണ് ഉണ്ടായത്? ഹലോ സാറേ, ഞാൻ സഭാവക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിയാണ്, അച്ഛനാണ്. തിരുമേനി ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമയം വൈകിട്ട്, അവിടുത്തെ സമയം വെളുപ്പിനാണ് കാർഡിയാക് അറസ്റ്റായിട്ട് കാലം ചെയ്തത്. ഈ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അത്ര ഗുരുതരമായി പരിക്കേറ്റിരുന്നോ ഈ അപകടത്തിൽ? അപകടത്തിൽ വളരെ ഗുരുതരമായ പരിക്കായിരുന്നു. എന്നാൽ ഇന്നലത്തെ ശസ്ത്രക്രിയക്ക് ശേഷം ഒരു നല്ല ഹോപ്പ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. കാരണം ശസ്ത്രക്രിയ വിജയകരമായി പോയി. ഇന്റേണൽ ബ്ലീഡ് ഉണ്ടായിരുന്നില്ല, അത് ക്ലിപ്പ് ചെയ്യാൻ സാധിച്ചു. അപ്പം നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ 2 നേരമായിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു. ആദ്യത്തെ കാർഡിയാക് അറസ്റ്റ് അവർ റിവൈവ് ചെയ്തെടുത്തു. എന്നാൽ 2ാമത്തെ കാർഡിയാക് അറസ്റ്റ് അവിടെ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഫാദർ സിജോ ശരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നാളെ ഞങ്ങളുടെ അടിയന്തരമായിട്ടുള്ള എപ്പിസ്കോപ്പൽ സിനഡ്, ഞങ്ങളുടെ പരിശുദ്ധ സഭ ചേരും. ബിഷപ്പ്മാരെല്ലാം കൂടി ചേർന്ന് നാളെ അത് ആലോചിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും. ഫാദർ സിജോ പന്തപ്പള്ളി.
ഇപ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നു. അമേരിക്കയിലെ ഡാലസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സവാരിക്കിടെ ഒരു വാഹനം വന്ന് അദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വാർത്ത വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുന്നു. മധു, യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ശ്രമം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഒക്കെ പറഞ്ഞതുപോലെ ഡോക്ടർമാർ ഏറെ പരിശ്രമിച്ചു. ഇന്നലെ പ്രഭാത നടത്തത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന് വാഹനമിടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും രക്തസ്രാവം തലയ്ക്ക് എന്നുള്ളത് പൂർണ്ണമായി നിർത്തുവാൻ ഡോക്ടർമാർക്ക് സഹായിച്ചില്ല. സംഭവ സ്ഥലത്ത് നിന്ന് ഡോക്ടർ കെ പി യോഗനാനെ എയർലിഫ്റ്റ് ചെയ്താണ് ഡാലസിലെ മെതഡിസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് സഭാ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ കൺഫേം ചെയ്ത് അറിയിപ്പ് ലഭിച്ചത്. ഡോക്ടർമാർ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 4 ദിവസമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ ഡോക്ടർ കെ പി യോഗനാൻ ഡാലസിൽ എത്തിയിട്ട്. ഇവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് വന്നത്. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മധു അറിയിച്ചതുപോലെ പ്രഭാത സവാരിക്കിടെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നത്, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്ധ്യ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് അദ്ദേഹത്തിന് ചികിത്സയിലായിരുന്നു. ഡാലസിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. എയർ ഇന്ത്യ ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഉടൻ അവസാനിക്കില്ലെന്ന് സൂചന നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ്. വരും ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് കമ്പനി പറയുന്നു. ജീവനക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് CEO അലോക് സിംഗ് എഴുതിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. UAE നിന്നുള്ള കൂടുതൽ വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയെന്നാണ് പറയുന്നത്. വ്യാഴം, വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കി കഴിഞ്ഞുവെന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നാളെ പുറപ്പെടേണ്ട അല്ലൈൻ കോഴിക്കോട് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുറപ്പെടേണ്ട റാസൽ ഖൈമ കണ്ണൂർ വിമാനം റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ശനിയാഴ്ച പുറപ്പെടേണ്ട റാസൽ ഖൈമ കോഴിക്കോട് അബുദാബി കണ്ണൂർ വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച പുറപ്പെടേണ്ട ഷാർജ കണ്ണൂർ, അബുദാബി കണ്ണൂർ, ദുബായ് കോഴിക്കോട് വിമാനങ്ങളും റദ്ദാക്കിയെന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.